ഖൈബറിലേക്ക് പുറപ്പെടാം നാളെ എന്നും സഹാബിൽ മോളിന്ത നാളെ ഹരിത പതാകനെ ബിയും എടുത്ത് മുത്തിമണത്ത് സഹാബിൽ കൊടുത്ത്. അവിടെയാണ് ഇന്നലെ നാം പാടി നിർത്തിയത്. കഴിഞ്ഞ എപ്പിസോഡിൽ അവിടെയാണ് നാം പാടി നിർത്തിയത്. ഇനി ആർക്കൊക്കെയാണ് അള്ളാൻ്റെ റസൂൽ ഖൈബറിലേക്ക് പോകുമ്പോൾ കൊടി നൽകുന്നത് എന്നാണ്. ഇൻഷാ അല്ലാഹ് ബദറിൽ കൊടി കൊടുത്തതുപോലെ, ഉഹദിൽ കൊടി കൊടുത്തതുപോലെ അള്ളാൻ്റെ റസൂല് ഖൈബറിലേക്ക് പോകുന്ന സഹാബത്തിനെ വിളിച്ച് കൊടി കൊടുക്കുന്നുണ്ട്. ആർക്കൊക്കെയാണ് എന്ന് കവി തന്നെ പറയട്ടെ. പുന്നാരാനബി സഹബുകളെ വിളിയുര ചെയ്ത് കൊടികളും നൽകി വാഹിദാം കൊടി അത്തിക്കവരിൽ ഒരു ജയ്സും അവരിലേകി സാന്നിയാം പടങ്കമുമറെ വിളിച്ച് നബിയും നൽകുകയായി. ഒരു സംഘം അവരും നൽകി നിറുത്തി ഭരിക്കണിയായി. അതിനുശേഷം ദിന്നൂറൈനി എന്നൊരു പേരിൽ ഷുഹർ പെരുത്ത് ഉസ്മാനാം തങ്ങളിലൊരു കൊടി നഫിറും നൽകുകയായി. ഇൽമിൻ്റെ ബാബലി തങ്ങളെ വിളിച്ച് നബിയും ഒരു കൊടി നൽകി. സംഘത്തെ അവരിലും നബിയാർ കൊടുത്തു കേമമിലായി. അന്നാളിൽ ഇസ്ലാം ദിൻ പുൽകിയ അജാശ വിളിച്ച് പടങ്കമേകി സംഘമതും നൽകിട നബിയും ബഹുമാനം നൽകിടനായി. സൈന്യത്തിൻ പൊതുനേതൃത്വം നബി തങ്ങൾ തന്നെ ഏറ്റെടുത്തന്ന് ഖൈബറിനെ ലക്ഷ്യമതാക്കി നബിയോരും നീങ്ങിടലായി. അജ്ജാശിൻ വിവരമതൊന്നും അറിഞ്ഞിട രാജൻ ദുഃഖമിലാണ്ട് ഇരിക്കുന്ന സമയമിൽ വാർത്തയും എത്തി തരിച്ചിടലായി. ഒന്നാമത്തെ കൊടി നൽകിയത് വിശദീകരിക്കുന്നില്ല. മഹാനായ സിദ്ദീഖ് തങ്ങൾക്കാണ് ഒന്നാമത്തെ കൊടി നൽകിയത്. രണ്ടാമത്തെ കൊടി നൽകിയത് മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കാണ്, ഉമർ ഇബ്നുൽ ഖത്താബിനാണ്. മൂന്നാമത്തെ കൊടി നൽകിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കാണ്. നാലാമത്തെ കൊടി നൽകുന്നത് മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു. അഞ്ചാമത്തെ കൊടി നൽകിയത് പുതിയതായി ഇസ്ലാം സ്വീകരിച്ച അള്ളാൻ്റെ റസൂലിനെയും അലിയെയും വധിക്കാൻ വേണ്ടി മുറഹിബ് പറഞ്ഞയച്ച അജ്ജാസ് ബിൻ മുൻദിറിനാണ്. അഞ്ചാമത്തെ കൊടി നൽകി ഇവരുടെ അഞ്ചാളുകളുടെയും കീഴിൽ ഓരോ സംഘത്തെയും തിരിച്ചുകൊണ്ട് പൊതുനേതൃത്വം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഏറ്റെടുത്തു. അതാ ഖൈബറിലേക്ക് പുറപ്പെടുകയാണ്. പുറപ്പെട്ടു എന്ന് മാത്രമല്ല, പക്ഷേ ഹബീബായ നബിയെയും അലിയയുടെയും തല കൊയ്യാൻ വേണ്ടി പറഞ്ഞയച്ച അജ്ജാസ് ബിൻ മുൻദിർ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയാതെ ഖൈബറിൻ്റെ കോട്ട കൊത്തളങ്ങളെ കിടിലം കൊള്ളിക്കുന്ന മുറഹിബ്, ഖൈബറിലെ രാജാവ് മുറഹിബ് ചക്രവർത്തി ഒരു ഞെട്ടലോടുകൂടെയാണ് ആ വാർത്ത കേട്ടത്. അത് മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ പ്രിയപ്പെട്ട സൈനാധിപൻ അജ്ജാസ് ബിൻ മുൻദിർ മുസ്ലിമായ വിവരം, മുഹമ്മദിൻ്റെ കെണിയിൽ അകപ്പെട്ട വിവരം, അതാണ് അജ്ജാസ് ഒരു ഞെട്ടലോടുകൂടെ കേട്ടത് എന്ന് മാത്രമല്ല, ഈ സമയം രാജാവായ ഹിർക്കൽ എന്ത് ചെയ്തെന്നറിയുമോ? കവി തന്നെ പറയട്ടെ. ഞെട്ടിത്തെറിച്ചു രാജൻ ഹജ്ജാസിൻ വാർത്ത കേട്ട് സൈന്യത്തിലായി മൊളിന്ത്
ഇനി രക്ഷയില്ല നമ്മിൽ എല്ലാം പിഴച്ചു എന്ന് സൈന്യത്തിലായി ഉരത്ത്. സൈന്യത്തലവനാകും അജ്ജാസ് ശത്രുവിൻ്റെ സിഹ്റിൽ കുടുങ്ങിടുന്നെന്ന്. അതിനാലെ ഏറെ നാശം നമ്മിൽ ഭാവിച്ചിടുമേ രാജൻ മൊളിന്തിടുന്നന്ന്. സൈന്യത്തലേവേനെ അരികിൽ വിളിച്ച് രാജൻ നേരിൽ വിരുത്തിടുന്നല്ലോ. സേനാത്താലത്തിലാകെ മാറ്റം വരുത്തിടുവാൻ ആജ്ഞ കൊടുത്തിടുന്നല്ലോ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പടയൊരുക്കവും അതുപോലെ തന്നെ അജ്ജാസ് ബിൻ മുൻദിർ കൂറുമാറിയ വിവരവും ഒരു ഞെട്ടലോട് കൂടിയാണ് മുറഹിബ് ചക്രവർത്തി കേട്ടത് എന്ന് മാത്രമല്ല, ഉടനെ തന്നെ തൻ്റെ പടത്തലവന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി മുറഹിബ് ഒരു യോഗം ചേർന്നു. നമ്മുടെ ഉപസൈനാധിപനാണ് കൂറുമാറിയിരിക്കുന്നത്, ഇനി രക്ഷയില്ല, ഒരു കാര്യം ചെയ്യണം, അതെനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. മാത്രമല്ല മുസ്ലിം സൈന്യത്തിൻ്റെ ഉപസൈനാധിപന്മാരിൽ അതാ ഒരാളായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. നാം വളരെ ഭയപ്പെടേണ്ട വാർത്തയാണിത്. നമ്മുടെ സൈനിക രഹസ്യങ്ങൾ അറിയുന്ന വ്യക്തിയാണ് അജ്ജാസ് ബിൻ മുൻദിർ. അതുകൊണ്ട് നമ്മുടെ സൈനിക വ്യവസ്ഥകളിൽ അടിമുടി മാറ്റങ്ങൾ വരുത്തണം, തയ്യാറാവണം എന്ന് പട്ടാളക്കാരോട് പറയുകയാണ്. മുസ്ലിം പടനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു, മുസ്ലിങ്ങൾ പടനീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെടുക തന്നെ വേണം. നാം ഭയപ്പെട്ടത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, മുറഹിബിൻ്റെ വാക്കുകൾ കേട്ട് ഒരു പടത്തലവൻ മുറഹിബിനോട് എന്തോ പറയുകയാണ്. എന്തായിരുന്നു പറഞ്ഞത് എന്ന് കവി തന്നെ പറയട്ടെ. രാജൻ ഉരത്തത് ശ്രവിത്തിടുന്നേ, മാറ്റം വരുത്തിയിടുന്നേ, സൈന്യം മജവാകുന്നേ. രാജൻ മുറഹിബെ വിളിച്ചിട്ട് ഒരു കാര്യം ഉണർത്തിയിടുന്നേ, പടൻ മോളിന്തിടുന്നേ. സിഹ്റാൽ മുഹമ്മദ് എടുത്തിടുന്നേ, ചതിയും ഫലിച്ചിടുന്നേ, അവനും കുടുങ്ങിടുന്നേ. കേട്ട സമയത്തിൽ ഒരു ഭടൻ എഴുന്നേറ്റ് മൊളിന്തിടുന്നേ, രാജനിൽ വീരുത്തിടുന്നേ. അതേ മുറഹിബിൻ്റെ വാക്കുകേട്ട് ഉടൻ സൈനിക തലത്തിൽ മാറ്റം വരുത്തുകയും മുമ്പുണ്ടായിരുന്ന ഭാഗത്തു നിന്ന് ആയുധപ്പുര മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയും ചെയ്യുകയാണ്. അങ്ങനെ ശേഷം ഭടൻ മുറഹിബിനോട് പറയുകയാണ്, പ്രഭു, അജ്ജാസിൻ്റെ ശല്യം നമുക്ക് വലിയ ആപത്തുകളുണ്ടാക്കി തീർക്കും. മുഹമ്മദ് എന്ത് സിഹറാണാവോ അയാളിൽ പ്രയോഗിച്ചത്? ഇത്ര വേഗം അയാൾ ശത്രുപക്ഷത്ത് ചേർന്നെന്ന് വിശ്വസിക്കാനാകുന്നില്ല രാജാവേ. ഈ സമയം മറ്റൊരു ഭടൻ എഴുന്നേറ്റുന്നുകൊണ്ട് മുറഹിബ് ചക്രവർത്തിയോട് ഒരു കാര്യം ഉണർത്തുകയാണ്. എന്തായിരുന്നു കാര്യമെന്ന് കവി തന്നെ പറയട്ടെ. രാജൻ മുറഹിബെ വിളിച്ചിട്ടന്ന് വേറെ ഒരു ഭടൻ മൊളിന്തിടുന്ന്. വിദ്യ ഇവനിലും നുദിച്ചിടുന്ന്, പറയൂ അനുവാദം കൊടുത്തിടുന്ന്. മഹാരാജാവേ, അദ്ദേഹം രാജാവിൻ്റെ സവിധത്തിലേക്ക് ഓടി വന്നുകൊണ്ട് പറയുകയാണ്, മുസ്ലിം സൈന്യം എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് വരവ്. അവരുമായൊരു തുറന്ന യുദ്ധത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുന്നത് വരെ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അവർ ശക്തി ക്ഷയിച്ചിടുമേ, എന്നാൽ അവർ പിന്തിയൊഴിഞ്ഞിടുമേ. ഇത് കേട്ടൊരുത്തൻ വന്നുരത്തിടുന്നേ, രാജസവിധത്തിൽ മൊളിന്തിടുന്നേ. നാട്ടിലുള്ള വിഭവങ്ങളെല്ലാം കോട്ടക്കുള്ളിൽ ശേഖരിക്കുക, അതാണ് ആ ഭടൻ വന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല, ഈ സമയം മറ്റൊരു ഭടൻ പറയുകയാണ്. എന്തായിരുന്നു പറഞ്ഞത്? മാത്രമല്ല, കോട്ടക്കകത്ത് കഴിഞ്ഞുകൂടാനുള്ള ഭക്ഷണം ഇതിനുള്ളിൽ ഉണ്ടായിരിക്കണം. മുസ്ലിം സൈന്യം വന്നാൽ പെട്ടെന്ന് അവരുമായി പോരാട്ടത്തിൽ ഏർപ്പെടാതെ കോട്ടക്കുള്ളിൽ അഭയം തേടണം. കോട്ടമതിൽ തകർക്കാൻ മുസ്ലിങ്ങളെ അനുവദിക്കാൻ പാടില്ല. അവർ മതിലിനടുത്തേക്ക് വരുമ്പോൾ ശരമാരി അമ്പെയ്ത് പിന്തിരിപ്പിക്കണം. അവരുടെ അടുക്കലുള്ള ഭക്ഷണം തീർന്നു പോയാൽ അവർ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിതരാകും. ഇതാണ് എൻ്റെ അഭിപ്രായമെന്ന് പടത്തലവൻ
ഒരു സൈനാധിപൻ പറഞ്ഞപ്പോൾ മറ്റൊരു സൈനാധിപൻ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, എന്ത് രാജൻ മുറഹീബിൽ നോരു പടൻ അന്ന് മോളിന്ത് നാം എന്ത് ഭയക്കണം, പേടിച്ചെലി പോലെ വിറച്ച് ഭീരുവായി ഇവിടെ എന്തിന് കഴിയണം, നിമിഷം പുലിയായി ജീവിതം അത് നയിക്കലല്ലേ ഉചിതവും, അതിനാൽ തുറന്നൊരു പോരിനായിട്ട് ഇറങ്ങലാണ് അഭികാമ്യവും. ഇതുപോൽ കൗലുകൾ പലരും പറഞ്ഞത് കേട്ട് രാജനും തകൃതിയിൽ വിഭവമാല നിറച്ച് കോട്ടയും കേറിയ ഗമിലൊളിക്കലായി. മഹാരാജാവേ, ഇങ്ങനെ എത്ര കാലമാണ് നാം അവരെ ഭയന്ന് കതകുമടച്ച് ചുളിയിരിക്കുക? മുസ്ലിങ്ങൾ തിരിച്ചു പോയാൽ തന്നെ അവർ കൂടുതൽ ശക്തി സംഭരിച്ച് വീണ്ടും തിരിച്ചു വരൂലേ? അപ്പം പിന്നെ എന്താ ചെയ്യുക? എലിയെപ്പോലെ പേടിച്ച് വിറച്ച് ഭീരുവായി ജീവിക്കുന്നതിനും ഭേദം അരനിമിഷം പുലിയായി ജീവിക്കലല്ലേ നല്ലത്. നമുക്ക് ധീരമായി ശത്രുക്കളെ നേരിടുകയാണ് നല്ലത്. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ വിജയം. നാം ആണെങ്കിൽ അവരെക്കാൾ പടയാളികളും നമുക്കുണ്ട്. അതിനാൽ ഒരു തുറന്ന യുദ്ധത്തിന് ഒരുങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായമെന്ന് ഒരു ഭടൻ മുറഹിബ് ചക്രവർത്തിയോട് പറഞ്ഞപ്പോൾ പലരും പല അഭിപ്രായം പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ഭടൻ പറഞ്ഞ അഭിപ്രായം മാനിച്ച് കോട്ടക്കുള്ളിലെ വിഭവങ്ങളൊക്കെ ശേഖരിച്ച് അതാ കോട്ടക്കകം കഴിഞ്ഞുകൂടാനുള്ള വിഭവങ്ങൾ കോട്ടയിൽ ശേഖരിച്ചുകൊണ്ട് പടയാളികളെല്ലാം കോട്ടയിൽ കടന്നുകൂടിയെന്ന് മാത്രമല്ല കോട്ടമതിലിൻ്റെ എല്ലാ കവാടങ്ങളും അടച്ച് കാവൽ നിൽക്കുകയാണ്. 1,00,000 പടയാളികളും എല്ലാ സജ്ജീകരണത്തോടു കൂടിയും കോട്ടയിൽ കയറി ഒളിച്ചിരുന്നു എന്ന് മാത്രമല്ല ഈ സമയം നബിയും സഹാബത്തും മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. അവർ പുറപ്പെട്ടിരിക്കുന്നു. ഹബീബായ നബിയും തങ്ങളും എവിടെ എത്തിയെന്നറിയില്ല. ബഹുമാനപ്പെട്ട കവി തന്നെ പറയട്ടെ, കാതങ്ങളേറെ താണ്ടി ത്വാഹ നബിയോരും എത്തിയ ഹൈബറം ദേശമിൽ 10 സവർ സഹാബാക്കൾ അതുമുണ്ട് നബി കൂടെ അണഞ്ഞുള്ള നേരമിൽ. ത്വാഹ നബി അരുൾ കേട്ട് സഹാബ ഹൈമകളെല്ലാം കെട്ടുന്നേ. ഹൈമകൾ കെട്ടി നബി സഹബോരു ഹൈബറിൽ താമസമാക്കുന്നേ. സമയം അജ്ജാസ് ത്വാഹയിൽ ചൊല്ലി വീക്ഷണമൊന്ന് നടത്തട്ടെ. കാതങ്ങളേറെ താണ്ടി ത്വാഹ നബിയോരും എത്തിയേ ഹൈബറം ദേശമിൽ. 10 സവർ സഹാബാക്കൾ അതുമുണ്ട് നബി കൂടെ അണഞ്ഞുള്ള നേരമിൽ. ദിവസങ്ങളോളം നടന്ന് 10,000-ഓളം വരുന്ന സഹാബത്തും നബിയും അതാ ഹൈബറിലെത്തിയിരിക്കുകയാണ്. കോട്ടയുടെ കുറച്ചകലെ സൗകര്യമുള്ളൊരു സ്ഥലത്ത് ഹൈമകൾ കെട്ടി നബിയും സഹാബാക്കളും വിശ്രമിക്കുകയാണ്. ഈ സമയം അജ്ജാസ് ബിൻ മുൻദിർ നബിയുടെ സമീപത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, നബിയെ, ഞാൻ ഹൈബറിലെത്തിയപ്പോൾ ഒരൊറ്റ മനുഷ്യനെയും കണ്ടില്ല. ഒരു ഈച്ചയെ പോലും ഹൈബറിൽ കാണാനില്ല നബിയെ. ഞാൻ പോകുമ്പോഴുള്ള ഹൈബർ അല്ല ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ഹൈബറിൻ്റെ ചലനമൊന്ന് വീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അജ്ജാസദ ഹൈബറിലൂടെ ആകെ ഒന്ന് കറങ്ങുകയാണ്, ഒന്ന് അരിച്ചു പൊറുക്കുകയാണ്. രംഗം ബഹുമാനപ്പെട്ട കവി തന്നെ പറയട്ടെ, വീക്ഷണം കഴിഞ്ഞ അജ്ജാസ് നബിയിലായി വീരുത്തും നേ. മുമ്പത്തെ വീതം അല്ല ഹൈബറം നേ. ഇവിടത്തിൽ പാലെ മാറ്റം വരുത്തിയിട്ടുണ്ടുടൻ രാജൻ. അതിനാലേ കരുതേണം നബിയെ ഇന്ന്. ഹൈബറിൻ അവസ്ഥയും അറിയുന്ന ഏനിൽ ഇന്ന് സൈന്യത്തെ ആദും നൽകി വിടണമെന്ന്. ഹൈബറിലെത്തിയ നബിയും സഹാബാക്കളും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് അജ്ജാസ് എന്ന് പറഞ്ഞു, നബിയെ, ഞാൻ ഇവിടെ നിന്ന് വീക്ഷണം നടത്തട്ടെ. അങ്ങനെ അജ്ജാസ് വീക്ഷണത്തിന് ശേഷം
റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് വന്നു പറഞ്ഞു, നബിയേ, ഞാൻ പോകുമ്പോഴുള്ള ഖൈബർ അല്ല ഇപ്പോൾ ഉള്ളത്. ചക്രവർത്തി ആകെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനാൽ സൂക്ഷിച്ചു വേണം ഓരോ കാലടിയും മുന്നോട്ട് എടുത്തു വെക്കാൻ. അതിനാൽ നിങ്ങളെക്കാൾ കുറച്ചെങ്കിലും ഖൈബറിനെ കുറിച്ച് പരിചയമുള്ള എന്നിൽ ഒരു സൈന്യത്തെ തന്ന് കോട്ടയിലേക്ക് പ്രവേശിക്കാൻ അവിടുന്ന് അനുമതി തന്നാലും എന്ന് ഹബീബായ നബി തങ്ങളുടെ അജ്ജാസ് ബിൻ മുൻദിർ പറഞ്ഞ സമയം അജ്ജാസിനാവേശം കണ്ട് ത്വാഹ മൊഴിഞ്ഞന്ന് കോട്ടക്കാകം കേറാനായി സമ്മതം നൽകുന്ന സൈന്യത്തെ തന്നെന്നിൽ പോകാൻ സമ്മതം നൽകണം. അല്ലാതൊരു മാർഗം ഇല്ല നമ്മിലെന്നോർക്കണം. ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖോരും പറയുന്നു, താമസം ചെയ്യല നല്ലതെന്നിൽ തോന്നുന്നു. ഇത് കേട്ടും ഉസ്മാൻ അലിയാർ തങ്ങളും കൂറും വേണ്ട, അജ്ജാസിൻ്റെ മാർഗം തന്നെ ശരിയെന്ന്. ഇത് കേട്ട അജ്ജാസിന് പോകാൻ സമ്മതം നൽകിയേ കോട്ടമതിലിനടുത്ത് അജ്ജാസും നീങ്ങിയേ. അജ്ജാസിൻ്റെ ആവേശം കണ്ട് ഹബീബായ നബി തങ്ങൾ അനുമതി നൽകിയെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, നമുക്ക് അല്പം താമസം ചെയ്യലല്ലേ നല്ലത്. ആ സമയം മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അലിയും കറമല്ലാഹു വജ്ഹു അത് വേണ്ട, അജ്ജാസിനെ വിട്ടുകൊടുക്കുക. ആ കാര്യം നമ്മേക്കാൾ ഇവിടുത്തെ കുറിച്ച് ചുറ്റുപാടുകളെക്കുറിച്ച് അജ്ജാസിനല്ലേ അറിയുക നബിയെ. ഇത് കേട്ടപ്പോൾ ഉസ്മാനും അലിയും ഒക്കെ അജ്ജാസിൻ്റെ അഭിപ്രായമാണ് ശരിവെച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ അജ്ജാസിൻ്റെ കീഴിൽ നൽകി പോകാൻ അനുമതി കൊടുക്കുകയാണ്. അങ്ങനെ അജ്ജാസിൻ്റെ ആ നേതൃത്വത്തിലൊരു വിഭാഗം സഹബ കോട്ടയെ ലക്ഷ്യം വെച്ച് നീങ്ങിയ സമയം എന്താണ് സംഭവിച്ചത് എന്ന് മഹാകവി ഈ കവി തന്നെ പറയട്ടെ. കോട്ട കഗമീലേക്കായി അജ്ജാസും നീങ്ങിടുന്നേ, അമ്പും തൊടുത്തിടുന്നേ, ജൂതപ്പടയുമന്നേ, ജൂത പടയാളികൾ അജ്ജാസോരെ കാണുന്നേ, അസ്ത്രങ്ങൾ പാഞ്ഞിടുന്നേ, അജ്ജാസും പൊരുതിയിടുന്നേ, അമ്പ് തറച്ചതിനാൽ അജ്ജാസും വീണിടുന്നേ, അതുപോൽ പല സഹാബ രണമിൽ പീഡഞ്ഞിടുന്നേ, അവരും ഷഹീദായെന്ന് നബിയും ദുഃഖിച്ചിടുന്ന്. സഹബിൽ മൊളിന്ത് നബി ഇനി എന്ത് വേണം എന്ന്. കോട്ടമതിലിനടുത്തേക്ക് അടുക്കേണ്ട സമയം അജ്ജാസിനെ ലക്ഷ്യം വെച്ച് ആയിരക്കണക്കിന് ശരങ്ങൾ ചീറിപ്പാറി വരികയാണ് കോട്ടക്കകത്തു നിന്നും. മാത്രമല്ല, കോട്ടക്കകത്തുനിന്ന് ജൂത പടയാളികൾ അജ്ജാസിനെ നോക്കി തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, ഈ സമയം അജ്ജാസ് കോട്ടയുടെ പിൻവാതിലിനടുത്തേക്ക് നീങ്ങിയെങ്കിലും
ആ മഹാത്മാവിൻ്റെ ശരീരത്തിൽ നൂറുകണക്കിന് അസ്ത്രങ്ങൾ തുളച്ചു കയറിയെന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. ഈ സമയം ജൂതപ്പടയാളികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വഞ്ചകനോട് ഞങ്ങൾ പകരം വീട്ടി. പക്ഷേ സഹാബാക്കളിൽ പലരും ശരങ്ങൾക്കിരയായി എന്ന് മാത്രമല്ല, രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ ഹബീബായ നബി തങ്ങൾ ബാക്കിയുള്ളവരെ തിരിച്ചു വിളിക്കുകയാണ്. ഇതിൽ മുസ്ലിങ്ങൾക്ക് കനത്ത ദുഃഖവും നഷ്ടവും സഹിക്കേണ്ടി വന്നു. ലാഭമൊന്നും ഉണ്ടായതുമില്ല. അജ്ജാശിൻ്റെ രക്തസാക്ഷിത്വം നബിയെ ദുഃഖിപ്പിച്ചു. കണ്ണിൽ നിന്നും കണ്ണീർ മുത്തുകൾ അടർന്നു വീണു. മാത്രമല്ല, ഹബീബായ നബി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, ഇനി എന്ത് വേണം സഹാബ, ഇനി എന്താണ് പരിഹാരം, എന്താണ് നാം ചെയ്യേണ്ടതെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സഹാബത്തിനോട് വിശകലനം ആവശ്യപ്പെട്ടപ്പോൾ, ചോദ്യത്തെ കേട്ട് സിദ്ദീഖ് തങ്ങളും കാര്യം നബിയിൽ വിരുത്തുന്നേ, താമസം ചെയ്യലല്ലാതെ മാർഗവും ഇന്ന് നമുക്കില്ലെന്നോതും നേം. സിദ്ദീഖിൻ മൊഴിയും ശ്രവിച്ചിട്ടവരന്ന് ഉമറുസ്മാൻ അലിയും അത് ശരി വെച്ചെന്ന്. ഇത് കേട്ട് നബിയും സഹാബും ഹൈമയിട്ട് കോട്ടക്കകലെയായി താമസം ചെയ്തിട്ട് ക്ഷമയോടെ അവർ പാർത്താനേ. അങ്ങനെ അജ്ജാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ സഹാബത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടപ്പെട്ടപ്പോൾ നബി തൻ്റെ ആ സംഘത്തെ തിരിച്ചു വിളിക്കുകയും അങ്ങനെ അത് താമസം ചെയ്യുകയാണ് നമുക്ക് നല്ലതെന്ന് മനസ്സിലാക്കി മഹാനായ സിദ്ദീഖ് തങ്ങളുടെയും അലിയുടെയും അതുപോലെ തന്നെ ഉമറിൻ്റെയും ഒക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അതാ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടിയെന്ന് മാത്രമല്ല, പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? അതടുത്ത എപ്പിസോഡിൽ നമുക്ക് വിവരിക്കാം ഇൻഷാ അല്ലാഹ്.